ഗുഡ് ഈവനിങ് ഓൾ, ദിസ് ഇസ് സിയാദ് ഇലിഗൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെൽറ്റ എക്സ്ചേഞ്ചിനെ കുറിച്ചാണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഒരു അസറ്റ് ക്ലാസ് ആണ്. എന്നാൽ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്നാമത്, എക്സ്ചേഞ്ചുകളെല്ലാം തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഇന്ത്യൻ റുപ്പീസിനെ പിടിച്ച് നമ്മൾ USDT ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഈ കൺവേർട്ട് ചെയ്ത USDT കൊണ്ട് നമ്മൾ ബിറ്റ് കോയിൻ ബൈ ചെയ്യണം. അതിനുശേഷം ഇതിന് നമ്മൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തതിന് ശേഷം വീണ്ടും P2P വഴി ഇന്ത്യൻ റുപ്പീസായിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1% TDS കൊടുക്കണം, 30% ടാക്സ് കൊടുക്കണം എന്നുള്ള പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്ത്യയിൽ 10 കോടി ആളുകൾ ക്രിപ്റ്റോയിൽ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. കാരണം ക്രിപ്റ്റോ വളരെ ശക്തമായിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു അസറ്റ് ക്ലാസ് ആണ്. 30,000 എന്ന റേഞ്ചിൽ നിന്ന് 1,07,000 വരെ ക്രിപ്റ്റോ പോയി റീസെൻ്റായിട്ട്. ഇപ്പോഴും 1,00,000 ആ ഒരു ഏരിയയിലാണ് ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആളുകൾ ഒരേ സമയം ക്രിപ്റ്റോ മോഹിപ്പിക്കുന്നുണ്ട്, എന്നാൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് പരിഹരിക്കാനായിട്ടാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ച് വന്നിട്ടുള്ളത്. ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്ചേഞ്ചിൻ്റെ പ്രത്യേകത, ഇത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏറ്റവും ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ആണ് ഡെൽറ്റ എക്സ്ചേഞ്ച്. ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡെൽറ്റ എക്സ്ചേഞ്ച് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. എന്താണ് ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത്? നമ്മൾ ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ USDT ആയിട്ടൊന്നും കൺവേർട്ട് ചെയ്യേണ്ട. എങ്ങനെയാണോ നമ്മൾ ഒരു ഇന്ത്യൻ ബ്രോക്കറിൽ പൈസ ആഡ് ചെയ്യുന്നത്, നമ്മൾ ഗൂഗിൾ പേ വഴി പൈസ ആഡ് ചെയ്യുന്നു, അതിനുശേഷം എക്സ്ചേഞ്ച് വഴി നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോക്കുകൾ വാങ്ങുന്നു. അതേപോലെ തന്നെ നമ്മൾ ഗൂഗിൾ പേ വഴിയോ നെഫ്റ്റ് വഴിയോ നമ്മൾ പൈസ ആഡ് ചെയ്യുന്നു, നമുക്ക് നേരെ ഈ ഒരു ക്രിപ്റ്റോയിൽ വരുന്നു, അല്ലെങ്കിൽ എത്തേറിയത്തിൽ വരുന്നു, ഫ്യൂച്ചർ ബൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യുന്നു, ഓപ്ഷൻ ബൈയോ സെല്ലോ ചെയ്യുന്നു. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഡെൽറ്റയിൽ. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇത് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏറ്റവും ആദ്യത്തെ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളൊരു ക്രിപ്റ്റോയുടെ ഒരു സീരീസ് ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ഇത്. ഇനിയിപ്പോൾ ഇത് ആരാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, ഓൾറെഡി ഇതിന് ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്ഷനിൽ ട്രേഡ് ചെയ്ത ആളുകളാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ക്രിപ്റ്റോ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആണ്. ശക്തമായ ഒരു റാലിയും ഫോളും എല്ലാം തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങളൊന്നും തന്നെ ഞാൻ സിയാദ് ഇല്ലിക്കൽ എന്ന് പറഞ്ഞ ചാനൽ ഉത്തരവാദിയല്ല. ഈ ഒരു പ്ലാറ്റ്ഫോം അടക്കം നമ്മളിതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും അവരുടെ റിസ്ക് എലമെൻ്റ് അനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. ഇതിൽ 10 കോടി ആളുകൾ ട്രേഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരു വാസ്തവമാണ്. നമ്മളുടെയും ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ട്രേഡ് ചെയ്യാം ക്രിപ്റ്റോയിൽ, ഏതൊക്കെയാണ് എക്സ്ചേഞ്ച്, എങ്ങനെ. അപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇതൊരു റെക്കമെൻഡേഷനോ കാര്യങ്ങളൊന്നും അല്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുക. ഇനി ഈ ക്രിപ്റ്റോയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ, ഫസ്റ്റ് നമ്മൾ വേറൊരു എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യുമ്പോൾ 1% ടാക്സും 30% ഒരു 1% TDSും 30% ടാക്സും ഉണ്ടാകുമ്പോൾ, ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നമ്മൾ ട്രേഡ് ചെയ്ത് എങ്ങനെയാണോ നമ്മൾ നമ്മുടെ ബ്രോക്കറിലൂടെ നമ്മൾ ഈ ഒരു ടാക്സ് PNL ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ടാക്സ് കൺസൾട്ടൻറ്റിന് കൊടുക്കുന്നത്, അതേപോലെ തന്നെ കൊടുത്താൽ മതി. അതായത് നമ്മളിതൊരു ഇന്റർ ബ്രോക്കറാണല്ലോ. അവസാനം നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ആകുമ്പോൾ നമ്മുടെ ബ്രോക്കറിൽ നിന്ന് നമ്മൾ ടാക്സ് PNL ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ടാക്സ് കൺസൾട്ടൻറ്റിന് കൊടുക്കുക തന്നെ ഇവിടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ക്രിപ്റ്റോയുടെ ഒരു പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, 24/7 ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എല്ലാ ആളുകളും ഓപ്ഷനിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്കും ഏറ്റവും വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഫീച്ചറായിരുന്നു ഡെയിലി എക്സ്പയറി എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഡെയിലി എക്സ്പയറീസ് ഇല്ല. ഡെയിലി എക്സ്പയറീസ് ഇല്ല എന്നല്ല, നിഫ്റ്റി ഉണ്ട്, സെൻസെക്സ് ഉണ്ട്. പക്ഷേ പണ്ടോ 5 ദിവസം ഉണ്ടായിരുന്നു. അവിടെയാണ് ക്രിപ്റ്റോയുടെ പ്രത്യേകത. ക്രിപ്റ്റോ 24/7 ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ള സമയത്ത് നേരെ വരാം, ട്രേഡ് ചെയ്യാം. ഡെയിലി എക്സ്പയറീസും ഉണ്ട്. അതുപോലെ തന്നെ ബിറ്റ് കോയിനും എത്തേറിയവും ആണ് ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള കോൺട്രാക്റ്റും സ്ക്രിപ്റ്റും. ഇതല്ലാതെയും മറ്റുള്ള സ്ക്രിപ്റ്റുകളും ലഭ്യമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഫ്യൂച്ചറും ചെയ്യാം, ഓപ്ഷനും ചെയ്യാം. ഇനി ഫ്യൂച്ചർ ഓപ്ഷനും ബൈയും സെല്ലും ചെയ്യാനായിട്ട് ലിവറേജും ഉണ്ട്. 100x വരെയൊക്കെ ലിവറേജ് ഉണ്ടാവും.
അപ്പോൾ ലിവറേജ് കൂടുതലുണ്ടാകുക എന്നുള്ളത് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അത് ഗുണമാണ്. എന്നാൽ ഇതിൽ ഗാംബ്ലിങ് ചെയ്ത് പഠിക്കാതെ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊരു ഒരു ദോഷവുമാണ്. അപ്പോൾ മൂർച്ചയുള്ളൊരു വാളയം പോലെയാണ് ലിവറേജ്. ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇന്ത്യൻ കമ്പനിയായിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല ക്രിപ്റ്റോയിലെല്ലാം തന്നെ പല എക്സ്ചേഞ്ചുകളിലും വിഡ്രോവലെല്ലാം തന്നെ പോസിബിൾ അല്ലാത്ത സമയത്തും ഇവിടെ ഡെൽറ്റ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴുള്ള പ്രത്യേകത അതായത് ഇന്ത്യൻ ഡെൽറ്റ എക്സ്ചേഞ്ച് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ P2P പോലെയുള്ള ടെക്നിക്കൽ പ്രശ്നങ്ങൾ അവിടെയും ഡെൽറ്റ എക്സ്ചേഞ്ച് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമിൽ നിലനിന്നിരുന്നു. ഇപ്പോൾ അതില്ല എന്നുള്ളതാണ് ഒരു പ്ലസ് ആയിട്ടുള്ള ഒരു കാര്യം. എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നിയ കാര്യം ഇത് തന്നെയാണ്. അതായത് നമ്മൾ P2P വഴി അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരില്ല. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം. കാരണം ഈ P2P വഴി അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നാൽ നമ്മുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ആയി പോകാനുള്ള സാധ്യതകൾ പണ്ട് ഈ ഒരു ട്രേഡ് ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ ഡെൽറ്റ അല്ലാതെയുള്ള എക്സ്ചേഞ്ചുകളിൽ ട്രേഡ് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ളൊരു സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഡെൽറ്റയിൽ ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നില്ല. അപ്പോൾ ഈ ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ പോലെ തന്നെ നമ്മുടെ ഡീറ്റെയിലും മൊബൈൽ നമ്പറും അല്ലെങ്കിൽ ആധാർ നമ്പറും പാനും കാര്യങ്ങളൊക്കെ കൊടുക്കുക. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളൊരു വീഡിയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം എല്ലാ ആളുകളും ഫെമിലിയർ ആണ്. പൈസ ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെയാണ്. ആഡ് ഫണ്ട് എന്ന് അവിടെ കാണാം. ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ പേയുടെ UPI ID കൊടുക്കാം. നമ്മളെ ബ്രോക്കറിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ് ഇതിലേക്ക് പൈസ ആഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും പറ്റുള്ളൂ. നമ്മൾ ഇന്ത്യൻ ബ്രോക്കർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രൈമറി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മാത്രമാണ് നമ്മൾ GPay വഴിയും പണം സ്വീകരിക്കുകയുള്ളൂ, വിഡ്രോവലും പോസിബിൾ ആവുള്ളൂ. അതിനർത്ഥം ചുരുക്കം പറയുകയാണെങ്കിൽ നമ്മളൊരു ഇന്ത്യൻ ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, നേരെ നമ്മൾ കൺവേർട്ട് ചെയ്യാതെ ഈ ഒരു ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്തു. ക്രിപ്റ്റോയാണ് അണ്ടർലൈങ് അസറ്റ്, ക്രിപ്റ്റോയാണ്. നമ്മൾ ഇന്ത്യൻ റുപ്പീസിലാണ് കൈകാര്യം ചെയ്യുന്നത്. വേറെ കൺവേർഷനോ കാര്യങ്ങളൊന്നും ഇല്ല. പൈസ വിഡ്രോ ചെയ്യുന്നു അതുപോലെ തന്നെ. അപ്പോൾ എനിവേ ഈ ക്രിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ട ഡെൽറ്റ എക്സ്ചേഞ്ചിൽ എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ള വീഡിയോ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ഡെൽറ്റ എക്സ്ചേഞ്ചിനെ സംബന്ധിച്ചുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ്, ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. വരും ദിവസങ്ങളിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.